മഹാദേവ തൃപ്പാദം തൊഴുതു വണങ്ങുവാൻ എത്തി ഞാൻ നിൻ തിരുസന്നിധിയിൽ. എൻ മാത പാർവതി ദേവിക്കു ചാർത്തുവാൻ വെള്ളപ്പൂമാല ചോദിച്ചു. ഭക്തൻ തൊടുകിലയിത്തമായി മാറിടും പൂമാല കഴകക്കാർ കെട്ടും. അവർ തന്നെ നടയിലർപ്പിക്കുകിൽ മാത്രമേ ദേവിക്കു സ്വീകാര്യമാകൂ. മൂഢവിശ്വാസത്തിലാണ്ട ജനങ്ങളെ ഉദ്ധരിക്കില്ല നീ ദേവാ. പുണ്യാഹ തീർത്ഥത്തിനൊട്ടുമേ ശക്തിയില്ലെങ്കിലിന്നെന്തിനീ തീർത്ഥം. ഭക്തന്റെ കൈയാൽ നടക്കലർപ്പിക്കുന്ന നാണ്യമയിത്തമല്ലൊട്ടും. ഏതൊക്കെ കൈകളിലൂടെ ആ പൂക്കൾ വരുന്നതെന്നാരറിയുന്നു. ശുദ്ധി പാലിച്ചിട്ടല്ലൊട്ടുമേ പൂക്കളിറുക്കുന്നതില്ല. വടവൃക്ഷത്തളിരില കൊണ്ടു ചാർത്തേണ്ടുന്ന മാലയൊഴുന്നു വടയായി. ഭക്തനറിയുകയില്ലല്ലോ ദേവാ ഘോഷത്തരങ്ങളാണെന്ന്. ഭഗവാനു നൈവേദ്യം വയ്ക്കുന്ന നേരത്ത് ക്ഷേത്ര നടയടയ്ക്കുന്നു. എന്തിനെന്നറിയില്ല പോറ്റിക്കു പോലും മുൻപു ചെയ്തതവർ ചെയ്വൂ. ചിലരുടെ കൈകളിൽ മാത്രമൊതുങ്ങുന്നു നാഗപ്രതിഷ്ഠകളിന്നും. അറിയാ ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് കാലങ്ങളെത്ര കഴിഞ്ഞു. ഇന്നു കുറച്ചുപേർ മാത്രമറിയുന്നു കുത്തക എന്തിനാണെന്ന്. ഉത്തമാം വിധമായുള്ള കർമ്മങ്ങൾ ഭക്തിയുള്ളവർക്കുമേ ചെയ്യാം. നാരങ്ങ കൊണ്ടൊരു മാല കോർത്താൽ പോലും ദേവനു ചാർത്തിക്കയില്ല. കാര്യമെന്താണെന്നവർക്കറിയില്ല, സ്വീകരിച്ചിടുകയില്ല. പണ്ടത്തെ ആചാരമെന്നു പറഞ്ഞു, ആചാരമെന്നാലതെന്തോ. മുൻപേ നടക്കുന്ന ഗോവിന്റെ പിൻപേ മറ്റുള്ള ഗോക്കളെ പോലെ. മുണ്ടേയുടുക്കാവു കുപ്പായമൂരണം ഭഗവാൻ അനുഗ്രഹിച്ചിടാൻ. ഭഗവാൻ പരിമിതനാണോ? കുപ്പായം മറയായി വരുമോ? ഭഗവാനെ പൂജിക്കാൻ അടയാളം വേണം. ചിലരുടെ വിഡ്ഢിത്തമെന്തോ. പണ്ടതു ചൂണ്ട തന്നൂലായിരുന്നതും എത്ര മനുഷ്യർക്കറിയാം. ദേവാധിദേവനെ പൂർണ്ണ പ്രദക്ഷിണം ചെയ്യാൻ കഴിയാത്ത നാട്. പൂർണ്ണ പ്രദക്ഷിണം ചെയ്യുകിൽ മാത്രമേ ശംഭു അനുഗ്രഹിക്കുള്ളൂ. അയിത്തമനാചാരമൊക്കെ മാറ്റിയിടുവാൻ സൽബുദ്ധിയേകണേ ദേവാ. അറിവില്ലാതലയുന്ന മാലോകർക്കെല്ലാം അറിവിൻ കടാക്ഷം ചൊരിയൂ. ദേവാധിദേവ മഹാദേവ തുണയായി വരിക നീ എന്നുമെന്നിൽ. ദേവാധിദേവ മഹാദേവ തുണയായി വരിക നീ എന്നുമെന്നിൽ.